Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി വിഷു. അപ്പോൾ നമ്മൾ ഇന്നലെ കണിയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ ഇന്നത്തെ വീഡിയോ ആണ്, വിഷുവിൻ്റെ അന്നത്തുള്ള വീഡിയോ ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ കണി സെറ്റ് ചെയ്യുമ്പോഴുള്ള വീഡിയോ ആണ്. അപ്പം കണി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളതെന്നൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. നമ്മൾ ഡൈനിങ് ഹാളിലായിരുന്നു കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവരും വെക്കുന്ന പോലെ കൃഷ്ണനെ വെച്ചു, പിന്നെ കുറേ ഫ്രൂട്ട്സ്, അങ്ങനത്തെ കുറേ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് വെച്ചു, അതൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഓക്കെ, ഞാൻ വിഷുക്കണിയുടെ ഒരു എഡിറ്റ് ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷോർട്സ് അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. കാരണം 78% പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, guys, we are here. കണി വയ്ക്കും. എൻ്റെ റിംഗ് ലൈറ്റ് ഞാൻ ശരിയാക്കി, നേരത്തെ പൊട്ടിപ്പോയായിരുന്നു. ഇവിടെ നമ്മൾക്ക് വേറെ വേറെ കളേഴ്സ് ഉണ്ട്.
പിന്നെ നിങ്ങൾക്ക് വിഷു കൈനീട്ടമൊക്കെ എത്ര കിട്ടി അതെല്ലാം നിങ്ങൾ കമൻറ്റിൽ പറയണം. കാരണം നിങ്ങൾ വിഷു വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ പറയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കമൻറ്റ് ഇടുന്നതെല്ലാം ഞാൻ വായിക്കാറുണ്ട്, വായിച്ചു വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷുവിടെ വിശേഷങ്ങളൊക്കെ താഴെ അപ്പോൾ നമുക്കിനി വിഷുക്കണിയുടെ ഫൈനൽ ലുക്ക് കാണാം. വിഷുയുടെ അന്ന് എടുത്തതാണ്. നേരത്തെ കണ്ടത് കണി വെക്കുന്ന വീഡിയോ തലേദിവസം എടുത്തതാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി പോവാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും വിഷുയുടെ രാവിലെ ചെയ്യുന്ന ഏറ്റവും എല്ലാവരും കൂടുതൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കും വിഷു കണിയുടെ അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ശേഷം അമ്പലത്തിൽ പോകുന്നത്. അപ്പം നമ്മളും വിളക്ക് കത്തിച്ചിട്ട് അമ്പലത്തിൽ പോവുകയാണ്. അപ്പം നമ്മൾ പോകുന്നത് പരുത്തി അമ്പലത്തിലും പോയി, ഇൻഡ്ലേപ്പ് ക്ഷേത്രത്തിലും പോയി. അപ്പോൾ പരുത്തി അമ്പലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ഡാൻസ് കളിച്ചതും ആ അമ്പലത്തിലായിരുന്നു. സെറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടാണ്. സോ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി പോവാണ്, ഞാനും അമ്മയും ചേച്ചിയും കൂടെ. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന ലുക്കാണ് ഗൈസ്, കൊള്ളാം, താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ പരുത്തി അമ്പലം. നമ്മളിവിടെയും പോയായിരുന്നു, ഇൻഡ്ലേപ്പ് ക്ഷേത്രത്തിലും പോയായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള എൻ്റെ ഇൻട്രോവേർട്ട് സ്വഭാവമാണ് നിങ്ങൾ ഇച്ചിരി മുമ്പേ കണ്ടത്. ഇങ്ങനെയാണ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മിണ്ടില്ല ഗൈസ്. വീഡിയോ എടുക്കാൻ പോലും എനിക്ക് ഭയങ്കര ഷൈയാണ്, ഞാൻ മിണ്ടത്തില്ല. എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിഷു ആയിട്ട്. അപ്പം വിഷു ആയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തുളസി എന്ന് പറഞ്ഞ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ വിഷു ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ വിഷു എങ്ങനെയാണെന്നുള്ള താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് അടുത്ത വീഡിയോക്ക് സ്റ്റേ ട്യൂൺഡ്.